കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇഗ്നോന്റെ മുൻകാല ചോദ്യപേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ ലേൺവൈസ് പ്രിപ്പയർ ചെയ്യുന്ന അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. MCO 01 MCOMന്റെ OBയുടെ പേപ്പറിന്റെ PYQ ആണ് നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ലേൺവൈസ് പ്രിപ്പയർ ചെയ്തതാണ് സ്റ്റുഡൻസിന്റെ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ടേം ആൻഡ് എക്സാമിനേഷനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതാണ്, യൂണിറ്റ് ഏതാണ്, ആ യൂണിറ്റ് തന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ള പോർഷൻസ് ഏതാണ്, അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു PYQ ചെയ്യുന്നത്. ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ്. ഈ ഒരു PYQ കാണുന്നതിലൂടെ അല്ലെങ്കിൽ കണ്ടതിന് ശേഷം സ്റ്റുഡൻസിന്റെ കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ് ചെയ്യുകയും ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളാണ് എക്സാം ബേസ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണ് കമ്പൽസറി ആയിട്ട് പഠിച്ചു പോകേണ്ടതെന്നും PYQ നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് സഹായകരമാവും. പിന്നെ ഈ ഒരു റോഡ് മാപ്പ്, ഈ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ കവർ ചെയ്യുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് നമ്മൾ എന്താണ് ഫുള്ളായിട്ട് സിലബസ് കവർ ചെയ്യുന്നു. ഫ്രീക്വന്റ്ലി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ടോപ്പിക്കും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്ന രീതിയിലാണ് ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, ഇപ്പൊ നമുക്കറിയാം ഓരോ വർഷം കഴിയും തോറും പാറ്റേൺ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പം തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന പാറ്റേൺ അല്ലാതെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇപ്പം കഴിഞ്ഞ ഇതിൽ തന്നെ ഈ ഡോക്യുമെന്റിൽ തന്നെ പറയുന്നുണ്ട്. ഏറ്റവും ഇപ്പം പണ്ടൊരു സമയത്തൊക്കെ ഒരു 8 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ആ 8 essay ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 എഴുതുക, ഒരെണ്ണത്തിന് 20 മാർക്ക് വെച്ചിട്ട്. അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കമ്പൽസറി ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് വരുന്നു. പിന്നെ 20 മാർക്കിന്റെ ഒരു 3 ക്വസ്റ്റ്യൻ വരുന്നു. പിന്നെ 5 മാർക്കിന്റെ വെച്ചിട്ട് 20 എന്ന് വെച്ചാൽ 5 മാർക്കിന്റെ ഷോർട്ട് എസ്സേ വെച്ചിട്ട് ഒരു 20 മാർക്കിന്റെ വരുന്നു. അല്ലെങ്കിൽ 10 മാർക്കിന്റെ ഷോർട്ട് എസ്സേ 2 ഒക്കെ വരുന്നു. അങ്ങനെ പല രീതിയിൽ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നു. കൂടാതെ തന്നെ പാറ്റേൺ ചേഞ്ച് മാത്രമല്ല, ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് നിന്നല്ലാതെ പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ വരിക. ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തു നിന്നല്ല ഉദ്ദേശിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് അല്ലാതെ ഇതുവരെ അത്ര ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാത്തതോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ല എന്ന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറെ പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന രീതി യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എക്സാം പാറ്റേണിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നു. കൂടാതെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, ചില പോർഷൻസിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫ്രീക്വന്റ്ലി ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഏതാണെന്നും ഇൻഡെപ്ത് ആയിട്ട് അതിനെപ്പറ്റി അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞു ചില യൂണിറ്റ് അല്ലെങ്കിൽ ചില ബ്ലോക്കില് പർട്ടിക്കുലർ ടോപ്പിക് ആയിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. കൂടാതെ തന്നെ എന്തുമാത്രം റിപ്പീറ്റേഷൻസ് വന്നിട്ടുണ്ടെന്നും അതേപോലെ അതിന്റെ വെയിറ്റേജും ട്രെൻഡും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. പിന്നെ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ, അപ്പൊ ഈ ഒരു ഫുള്ളായിട്ട് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒരു ലേൺവൈസ് പ്രിപ്പയർ ചെയ്ത് സ്റ്റുഡൻസിന് നൽകുകയാണ്. അപ്പൊ അത് ചെയ്യുന്നതിലൂടെ അത് കൃത്യമായിട്ട് പഠിക്കുന്നതിലൂടെ എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. പിന്നെ മോഡൽ ആൻസർ ആൻഡ് മാർക്കിംഗ് സ്കിൽ. ഇപ്പം ഈ ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, തരുന്ന ആൻസേഴ്സും ഹൈ ക്വാളിറ്റിയും അതേപോലെ നമ്മൾ വെച്ചിരിക്കുന്ന എക്സാമിനേഷന് വേണ്ടി ബേസ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള ആൻസേഴ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ മെത്തഡോളജി കട്ടാവും. ഇപ്പൊ ഏതൊക്കെയാണ് ഇപ്പം ടേം എക്സാമിനേഷനകത്ത് ലാസ്റ്റ് ടൈം ലേണിംഗിൽ ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ പലർക്കും പല മെത്തേഡിൽ പഠിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഒക്കെ തരാനും ഈ ഒരു PDF നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് സഹായകമാരും.
ദെൻ ലേണർ മോട്ടീവ്. ലേണേഴ്സിനുള്ള മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ രണ്ടും മൂന്നും പ്രാവശ്യം ഒന്ന് റിവൈസ് ചെയ്യുക. ഈ ഒരു വീഡിയോ തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം നിങ്ങളൊന്ന് കാണാം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പരീക്ഷയുടെ സമയത്ത് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇത് നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ബ്ലോക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് ഞാൻ കൂടുതലായിട്ട് പഠിക്കേണ്ടത്, 10 മാർക്കിന് ഏതാണ് വരുന്നത്, 20 മാർക്കിന് ഏതാണ് വരുന്നതെന്ന് ഉത്തമമായ ഒരു ബോധ്യം നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ടാവും. പിന്നെ സിലബസ് മാപ്പിംഗ് ആണ്, ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക് വൈസ്. അപ്പോൾ ഇതില് നമ്മൾ പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന രീതി. അപ്പൊ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഓർഗനൈസേഷൻ കോൺസെപ്റ്റും പ്രിൻസിപ്പിൾസും 12 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഹൈലി ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, മോഡേൺ ഓർഗനൈസേഷൻ തിയറി 13 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 3 ഓർഗനൈസേഷൻ സ്ട്രക്ചർ എഫക്റ്റീവ്നെസ് 11 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഓർഗനൈസേഷൻ ബിഹേവിയർ ഓവർവ്യൂ 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം ലെവൽ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ലേണിംഗ് ബിഹേവിയറൽ ചേഞ്ച് 7 തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 6 പെർസെപ്ഷൻ 10 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂ 5 പ്രാവശ്യം. ബ്ലോക്ക് 3 യൂണിറ്റ് 8 പേഴ്സണാലിറ്റി ആൻഡ് ഇമോഷൻ 6 പ്രാവശ്യം. ബ്ലോക്ക് 3 യൂണിറ്റ് 9 സ്ട്രെസ് മാനേജ്മെന്റ് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെയും ബ്ലോക്ക് 3 യൂണിറ്റ് 1 മോട്ടിവേഷൻ തിയറീസ് മാസ്ലോ, ഹെഴ്സ്ബർഗ് ആൻഡ് മെക്ലിൻസിന്റെ മോട്ടിവേഷൻ തിയറി ചോദിച്ചിട്ടുണ്ട്. 14 തവണയാണ് ചോദിച്ചിട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, 14 തവണ. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 1 ജോബ് ഡിസൈനിങ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ 7 തവണ. ബ്ലോക്ക് 4 യൂണിറ്റ് 2 ആണ് ഗ്രൂപ്പ് ഫോർമേഷൻ സ്ട്രക്ചർ 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 1 to 3 കമ്മ്യൂണിക്കേഷൻ 10 പ്രാവശ്യം. ബ്ലോക്ക് 4 യൂണിറ്റ് 5 യൂണിറ്റ് 15 ടീം ബിൽഡിംഗ് ആൻഡ് ലീഡർഷിപ്പ് 8 പ്രാവശ്യം. ബ്ലോക്ക് 4 യൂണിറ്റ് 16 പവർ ആൻഡ് പൊളിറ്റിക്സ് 6 പ്രാവശ്യം. ബ്ലോക്ക് 5 യൂണിറ്റ് 17 ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ക്ലൈമറ്റ് 6. അതേപോലെ ബ്ലോക്ക് 5 17th യൂണിറ്റിൽ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ക്ലൈമറ്റ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 5 യൂണിറ്റ് 18 ഓർഗനൈസേഷൻ ചേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ബ്ലോക്ക് 5 യൂണിറ്റ് 19 ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് 8 പ്രാവശ്യം. ബ്ലോക്ക് 5 യൂണിറ്റ് 2 ഇമേർജിംഗ് ട്രെൻഡ്സ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓരോ ബ്ലോക്കിലും യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ചാർട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബ്ലോക്ക് വൈസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം 2021 തൊട്ട് 2024 വരെയുള്ള OBയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന്റെ ബേസിസിലാണ് ഈ PYQ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ബ്ലോക്ക് 1 ബ്ലോക്ക് 3 ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ. പിന്നെ 4, 5 പിന്നെ 2 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു ചാർട്ടിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്. ബ്ലോക്ക് 1 ഓർഗനൈസേഷൻ തിയറിയാണ്. അതേപോലെ ബ്ലോക്ക് 3 മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബ് ഡിസൈൻ. ഇത്രയാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചത്. 36 ക്വസ്റ്റ്യൻ 2021 തൊട്ട് 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റീചെക്ക് ചെയ്യുമ്പോൾ 36 ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 1 നിന്നും ബ്ലോക്ക് 3 നിന്നുമാണ് വന്നിട്ടുള്ളത്. ഓർഗനൈസേഷൻ തിയറിയും മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി, ജോബ് ഡിസൈൻ എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ദെൻ ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 4 അടുത്തതായിട്ട് വരുന്നത്. ബ്ലോക്ക് 2 ബ്ലോക്ക് 4 നിന്നും 28 തൊട്ട് 32 ക്വസ്റ്റ്യൻസ് വരെയാണ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 5 കൾച്ചർ ചേഞ്ച് ഡെവലപ്മെന്റ് ട്രെൻഡ് ഇസ് ലെസ് ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ്. വളരെ കുറച്ച് പരീക്ഷകളിൽ മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 5. പിന്നെ ഇതൊരു മാപ്പിംഗ് ആണ്. അപ്പൊ ഓരോന്നും നമുക്ക് ഈ ഒരു എന്തുമാത്രം വളരെ പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ളത് നമുക്ക് ബ്ലോക്ക് 1, 2, 3 നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡീപ്പ് ബ്ലോക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് യൂണിറ്റ് 1 to 3, 6, അതേപോലെ 10, 13, 18. അപ്പം 1, 2, 3, 6, 10, 13, 18 ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ മീഡിയം ലെവലിൽ നോക്കുമ്പോൾ 4, 5, 9, 12, 15, 17, 19 ഒരു മീഡിയം ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. പിന്നെ 20ാമത്തെ യൂണിറ്റിൽ നിന്നാണ് നമുക്ക് ഇതുവരെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ലാത്തത്. പിന്നെ കീ ഇൻസൈറ്റ്സ് ആണ്.
കീ ഇൻസൈറ്റ്സിൽ നമ്മൾ നോക്കുന്നത് ഹൈ ഈൽഡ് ടോപ്പിക്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക് ഏതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ തിയറീസ് ആണ്. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി ഉണ്ട്, ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി ഉണ്ട്, മക്ലൻസിന്റെ തിയറി ഉണ്ട്. അപ്പൊ ഈ 3 തിയറിയെ ബേസ് ചെയ്തിട്ട് കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് തന്നെ പഠിച്ചു പോകേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നോക്കേണ്ടത് ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, മോഡേൺ ഓർഗനൈസേഷൻ തിയറി. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 പോർഷൻ ആണ്. തിയറീസ് ഓഫ് ഓർഗനൈ അതും നമ്മളൊന്നും മസ്റ്റായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ പെർസെപ്ഷൻ നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്ന ടോപ്പിക് ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണ്. പെർസെപ്ഷനും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നത്. പെർസെപ്ഷന്റെ ഡെഫിനിഷൻ, പ്രോസസ്, ഫാക്ടേഴ്സ് ആൻഡ് മാനേജറിയൽ ഇംപ്ലിക്കേഷൻ, അതേപോലെ കൺസിസ്റ്റൻസി, ഇതൊക്കെ എന്ന് പറയുന്നത് പെർസെപ്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പെർസെപ്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 പിന്നെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 2021 തൊട്ട് 2024 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു PYQ ചെയ്യുന്നത്. അപ്പൊ അത് എന്തുമാത്രമുള്ളത്, നമുക്ക് കൂടുതലായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ്, ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ഒക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷെ 21 തൊട്ട് 24 വരെയുള്ള ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഇപ്പൊ ക്വസ്റ്റ്യൻസിനെക്കാളും കൂടുതൽ ഷോർട്ട് എസ്സേക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് ചോദിക്കാൻ പറഞ്ഞില്ല, ആദ്യം ഒരു 8 ക്വസ്റ്റ്യൻസ് ചോദിക്കും 20 മാർക്കിന്റെ, അതിലേതെങ്കിലും 5 എഴുതുക എന്നുള്ള പാറ്റേൺ ഒക്കെ ആയിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് മാറ്റി പിടിച്ച് ഷോർട്ട് എസ്സേയും ഷോർട്ട് ആൻസേഴ്സും ഒക്കെ വരുന്നുണ്ട്. ഷോർട്ട് നോട്ട്സും ഷോർട്ട് എസ്സേസും 2 to 4 പെർ പേപ്പർ എന്ന് വെച്ചാൽ പേപ്പറിൽ ഒരു 2 തൊട്ട് 4 വരെയൊക്കെ ഷോർട്ട് എസ്സേസ് ചോദിക്കാറുണ്ട്. പിന്നെ കമ്പാരിസൺ അല്ലെങ്കിൽ ഇപ്പൊ ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി, മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയും തമ്മിലുള്ള കമ്പാരിസൺ എന്താണെന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വളരെയധികം നമ്മൾ കണ്ടുവരുന്നതാണ്. മോസ്റ്റ് സെഷൻസിലും നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പാരിറ്റീവ് സ്റ്റഡിയിങ് OB. പിന്നെ ആപ്ലിക്കേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ കേസ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഇതിനൊരു മാനേജർ അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി നിങ്ങൾക്ക് തരും, ഇന്ന കമ്പനിയിൽ ഇന്ന ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അവിടുത്തെ എംപ്ലോയീസ് അത് അംഗീകരിച്ചില്ല. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന പോർഷൻസുമായിട്ട് അങ്ങനെ ഒരു കേസ്, റിയൽ ലൈഫ് കേസ് തരും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ബ്ലോക്കിൽ പറയുന്ന ചേഞ്ച്, ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറയുന്ന പോർഷൻസിനെ ബേസ് ചെയ്തുള്ളതാണെന്നും അപ്പൊ അതെങ്ങനെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ ലിസ്റ്റ്, പിന്നെ ഒക്കേഷനിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ട്, അതും നമുക്ക് നോക്കേണ്ടതുണ്ട്. പിന്നെ MCQ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ന്യൂമറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോ പ്രോബ്ലം ക്വസ്റ്റ്യൻസോ അങ്ങനെയൊന്നും നമുക്ക് OBയിലില്ല. നമുക്ക് ആകെയുള്ളത് ടൈപ്പ് ടെക്സ്റ്റിനകത്തു നിന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഒരു 16 തൊട്ട് 20 മാർക്ക് വരെയുള്ള ഒരു ആണെങ്കിൽ നമുക്കൊരു 350 തൊട്ട് 400 വേർഡ്സ് വരെയാണ് എഴുതേണ്ടത്. ഷോർട്ട് നോട്ട്സ് ഒക്കെ ആണെങ്കിൽ 6 തൊട്ട് 10 മാർക്ക് വരെയുള്ള ഷോർട്ട് എസ്സേസ് ആണെങ്കിൽ 120 തൊട്ട് 180 വേർഡ് വരെ. കമ്പാരിസൺ ആണെന്നുണ്ടെങ്കിൽ 8 തൊട്ട് 12 മാർക്ക് വരെയാണ് ചോദിക്കാറ്. അതൊരു 180 തൊട്ട് 250 വരെ. കാരണം ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഒരു 180 തൊട്ട് 250 വേർഡ് വരെ പോകണം. പിന്നെ കേസ് സിനാരിയോസ് ഒക്കെ വരുമ്പോൾ 10 തൊട്ട് 16 മാർക്ക് വരെ ആയിരിക്കും. അത് 220 തൊട്ട് 350 വേർഡ്സ് വരെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പിന്നെ ടോപ്പ് 4 ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ. നമ്മളിപ്പം 21 തൊട്ട് 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തതിന്റെ ബേസിസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ടോപ്പ് 4 ക്വസ്റ്റ്യൻസ് ആണ്.
ഇപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞ എസ് എ ടൈപ്പ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 16 തൊട്ട് 20 മാർക്ക് വരെയാണ് പൊതുവെ അതിന് വരുന്നത്. 380 തൊട്ട് 400 പേജ് വരെ 400 വേർഡ്സ് വരെ നമ്മൾ എഴുതേണ്ടതാണ്. അപ്പൊ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പൊതുവെ 16 തൊട്ട് 20 മാർക്കിന് വരെയാണ് ചോദിക്കുന്നത്. നമുക്ക് 380 തൊട്ട് 400 വേർഡ്സ് വരെയാണ് നമ്മൾ എഴുതേണ്ടത്. ഷോർട്ട് എസ്സേ, ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഒരു 6 തൊട്ട് 10 മാർക്ക് വരെയാണ് നമുക്ക് ചോദിക്കുന്നത്. 120 തൊട്ട് 180 വേർഡ്സ് വരെയാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ കമ്പാരിസൺ സ്റ്റഡിയിൽ നമുക്ക് 8 തൊട്ട് 12 മാർക്ക് വരെയൊക്കെയാണ് തരുന്നത്. ടേബിളൊക്കെ വരച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് 180 തൊട്ട് 250 വേർഡ്സിന് മുകളിലായിട്ട് പോകും. പിന്നെ കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് സിനാരിയോസ് എന്ന് പറയുന്നത് റിയൽ ലൈഫ് കേസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ തിയററ്റിക്കൽ ആപ്ലിക്കേഷൻ എന്താണ് നമ്മൾ എഴുതുക. അപ്പോൾ കേസ് സിനാരിയോ ഒക്കെ വരും 10 തൊട്ട് 16 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ 220 തൊട്ട് 380 വേർഡ്സ് വരെയാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ടേബിൾ ബൈ ബ്ലോക്ക് വൈസ് നോക്കുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് 1 ഓർഗനൈസേഷൻ തിയറിയാണ്. അവിടെ 20 മാർക്ക് പെർ പേപ്പർ എന്ന് പറയും. 22 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. 22% മാർക്ക് വരുന്നത് 100 22% മാർക്ക് വരാൻ സാധ്യതയുള്ളത് ബ്ലോക്ക് 1ൽ നിന്നാണ്. ബ്ലോക്ക് 2വിൽ നിന്ന് OB ഓർഗനൈസേഷൻ ബിഹേവിയർ പാർട്ട് 1ൽ നിന്നും 18% ക്വസ്റ്റ്യൻസ് 18 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് 3ൽ നിന്നും 22 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 4ൽ നിന്നും 20 മാർക്കും ബ്ലോക്ക് 5 ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റിൽ നിന്നും 18% ക്വസ്റ്റ്യൻസുമാണ്. 18% മാർക്ക് അടങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 21 തൊട്ട് 24 വരെ ഉള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരികയാണ്. നിങ്ങൾ 60ൽ നിന്നും താപ്പോട്ട് വരുന്നതായിട്ട് നോക്കിയാൽ മനസ്സിലാവും. 60ൽ നിന്ന് 50ലേക്ക് എത്തുന്നു 2024 ആയപ്പോഴത്തേക്കിന്. അപ്പൊ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കി ഷോർട്ട് എസ്സേസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലനേഷൻ ഓഫ് ദ വിഷ്വൽ നമ്മൾ തൊട്ട് മുമ്പേ കണ്ട വിഷ്വലിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരു സ്ലൈറ്റ് ഡിക്ലൈൻ ഉണ്ട്. 60% നിന്നും 52% മാറിയിട്ടുണ്ട്. അപ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വർധനവ് നമുക്ക് കുറവായിരിക്കും. ഷോർട്ട് എസ്സേ ആണെങ്കിൽ നേരെ തിരിച്ച് നമുക്കൊരു സ്റ്റഡി ഗ്രാജുവൽ ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള പരീക്ഷകളിലൊക്കെ നമുക്ക് ഷോർട്ട് എസ്സേ ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നോ MCQ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ നമുക്ക് ഇല്ല. പിന്നെ പാറ്റേൺ ഹൈലൈറ്റ് ചെയ്യുകയാണ്. പാറ്റേൺ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കേസ് അല്ലെങ്കിൽ കേസ് സിനാരിയോ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. 13% ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതലാണ് ഇപ്പോൾ വരാനായിട്ട്. 21 അതുപോലെ 15 2024 അപ്പൊ അതുകൊണ്ട് തന്നെ കേസ് സ്റ്റഡി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഷോർട്ട് നോട്ട് ആൻഡ് കമ്പാരിസൺ ഷോർട്ട് നോട്ടും കമ്പാരിറ്റീവ് സ്റ്റഡീസും ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 20 മാർക്കിന് ചോദിക്കാറില്ല, 10 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത്. പക്ഷേ പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവാണ്. എന്നാലും ശരി, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആയിട്ട് നമുക്ക് ഉണ്ടാവും. പിന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ആൻഡ് എക്സാമിനേഷൻ ആണ് നമുക്ക് ഈ ജൂണിലും ജൂലൈയിലുമായിട്ട് നടക്കുന്നത്. അപ്പൊ അത് പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആണ് ഇവിടെ പറയുന്നത്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ്. നമുക്ക് 180 മിനിറ്റ് ആണ് നമുക്കുള്ളത്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു 52 മാർക്കിന്റെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ അതിന് നമ്മൾ അലോട്ട് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. കാരണം മുക്കാൽ മണിക്കൂറോളം ഒരു ക്വസ്റ്റ്യന് നമ്മൾ കൊടുക്കണം. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഒരു മുക്കാൽ മണിക്കൂറേ നമ്മൾ കൊടുക്കാവൂ. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. ഒരു 90 മിനിറ്റിൽ കൂടുതൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് കൊടുക്കാൻ പോകരുത്. ഷോർട്ട് എസ്സേ ടൈപ്പ് ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. 18 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. 2 തൊട്ട് 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം. ഒരു അരമണിക്കൂർ 35 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനൊരു 12 തൊട്ട് 18 മിനിറ്റ് വരെ കൊടുക്കാവൂ. അപ്പം 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എങ്ങനെയെങ്കിലും എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കണം. കമ്പാരിറ്റീവ് സ്റ്റഡി വരുമ്പോൾ 15 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. 1-2 ക്വസ്റ്റ്യൻസ് ഒരെണ്ണമൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഒരു 12 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് അതിനു വേണ്ടി എടുക്കാവൂ. പിന്നെ കേസ് അപ്ലൈഡ് വരുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ എടുത്ത് കവർ ചെയ്യാനായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇതിന്റെ ടിപ്പ് എന്ന് പറയുന്നത്
അപ്ലൈ കമ്പാരിസണോ അല്ലെങ്കിൽ അപ്ലൈഡ് കേസോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ 2 3 പ്രാവശ്യം ഓതുന്നത് വായിച്ചു നോക്കുക. കൂടാതെ തന്നെ എഴുതിയ കാര്യങ്ങളോട് ഒരു 10 മിനിറ്റ് എടുത്ത് അല്ലെങ്കിൽ 10 സെക്കൻഡ് എടുത്ത് എഴുതിയ കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കുക. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യുക. എഴുതിയ കാര്യങ്ങളെല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് പേജ് നമ്പർ ഒക്കെ ഇട്ട് അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഉള്ളത് റിപ്പീറ്റീവ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്ക് യൂണിറ്റ് വൈസ് വെയിറ്റേജ് വൈസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറയുന്നത്. ഇതുവരെ ഉള്ള 2020 തൊട്ട് 2021 തൊട്ട് 2024 വരെയുള്ള എക്സാംസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് മാസ്ലോഡ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ദ ഹേഴ്സ്ബർഗ് 2 ഫാക്ടർ തിയറി. മാസ്ബർഗിന്റെ തിയറി ഹേഴ്സ്ബർഗിന്റെ തിയറി ആയിട്ട് എങ്ങനെ ഡിഫറൻറ്റ് ആയിരിക്കുന്നു. അത് ഈ നമ്മുടെ വരുന്നത് ഒരു അപ്പിയറൻസ് കൗണ്ട് എന്ന് പറഞ്ഞൊരു 7 പ്രാവശ്യമൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. Then explain the concept of organization structure and its main component. അതൊരു 6 പ്രാവശ്യമൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ പ്രോസസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ ഇൻ ഓർഗനൈസേഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്കസ് ദ കോൺസെപ്റ്റ് ടൈപ്പ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഓർഗനൈസേഷൻ. മോഡേൺ ഓർഗനൈസേഷൻ എന്താണെന്ന് അപ്പം നിയോ അതേപോലെ തന്നെ നമ്മളുടെ ക്ലാസിക് അതേപോലെയുള്ള നമ്മുടെ തിയറീസ് എഴുതേണ്ട ഒരു പോർഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ടൈപ്പ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഓർഗനൈസേഷൻ. ഒരു 5 പ്രാവശ്യമൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ വേരിയസ് സോഴ്സ് ഓഫ് പവർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനകത്തെ പവർ എന്താണെന്നുള്ളത് അതൊരു 5 പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ കോസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് സ്ട്രെസ് ഇൻ ഓർഗനൈസേഷൻ. സജസ്റ്റ് ടെക്നിക് ഫോർ സ്ട്രെസ് മാനേജ്മെന്റ്. ലാസ്റ്റ് പോർഷനെ ബേസ് ചെയ്ത് ലാസ്റ്റ് ബ്ലോക്കിലെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസേഷണൽ ചേഞ്ച്. എക്സ്പ്ലെയിൻ ലിവിങ്സ് മോഡൽ ഓഫ് ചേഞ്ച് വിത്ത് എക്സാമ്പിൾ എന്നാണ്. അപ്പൊ റിയൽ ലൈഫ് ക്വസ്റ്റ്യൻസ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഒരു 5 പ്രാവശ്യം ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ. ഓർഗനൈസേഷൻ കൾച്ചർ എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതും ഈ പറഞ്ഞ പോലെ 4 പ്രാവശ്യമൊക്കെ നമുക്കിത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്താണെന്നും എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് ദെയർ എഫക്റ്റീവ്നെസ്. ഒരു 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. കരിസ്മാറ്റിക്, പറ്റേണലിസ്റ്റിക് അങ്ങനെ പറഞ്ഞ് പല നമുക്ക് ലീഡേഴ്സ് ഉണ്ട്. അതൊന്ന് പഠിച്ചു വെക്കുക. ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്ലോബൽ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നും അത് ഒരു 4 പ്രാവശ്യമൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഫ്രീക്വൻസി ടേബിൾ ആണ്. എഗെയിൻ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ ഹേഴ്സ്ബർഗും മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി ബ്ലോക്ക് 3 10th യൂണിറ്റിലുള്ളതാണ്. അതിന്റെ അപ്പിയറൻസ് 7 തവണയാണ്. ആവറേജ് മാർക്ക് വരുന്നത് 14. കോൺസെപ്റ്റ് ആൻഡ് കമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ സ്ട്രക്ചർ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ്. 6 തവണ 6 തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്. 12 മാർക്കിലൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോസസ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ ബ്ലോക്ക് 2 6 തവണ വന്നിട്ടുണ്ട്. 12 മാർക്ക്. ടൈപ്പ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഓർഗനൈസേഷൻ 5 തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 12 മാർക്ക് വരെയൊക്കെയാണ് അതിന് വരുന്നത്. ദെൻ സോഴ്സ് പ്രോസസ് ഓഫ് ഒബ്റ്റൈനിങ് പവർ അത് ബ്ലോക്ക് 4 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ മാർക്ക് എന്ന് പറഞ്ഞാൽ 10 ആണ്. കോസ് കോൺസിക്വൻസസ് മാനേജ്മെന്റ് ഓഫ് സ്ട്രെസ് ബ്ലോക്ക് 3 ആണ്. 5 തവണ വന്നിട്ടുണ്ട്. 12 മാർക്കായിരിക്കും അസൈൻ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഓർഗനൈസേഷൻ ചേഞ്ച് ആൻഡ് ലിവിങ്സ് മോഡലാണ് യൂണിറ്റ് 5 5 തവണ ചോദിച്ചു. 12 മാർക്കിനായിട്ട്. ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ ബ്ലോക്ക് 5 ആണ്. അതൊരു 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് എഫക്റ്റീവ്നെസ് ബ്ലോക്ക് 4 യൂണിറ്റ് 15 ആണ്. അവിടെ നമുക്ക് 4 തവണ അത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 10 മാർക്കിനാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് 4 യൂണിറ്റ് 13 യൂണിറ്റ് 4 13 ഉണ്ടാവും. ബ്ലോക്ക് 4 യൂണിറ്റ് 13 അതൊരു 4 തവണയാണ് ചോദിക്കാറ്. അതേപോലെ തന്നെ റെക്കോർഡിംഗ് പോയിട്ടുള്ള അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. 10 മാർക്കിനൊക്കെയാണ് കൂടുതലായിട്ടും അത് ചോദിക്കുന്നത്.
പിന്നെ ഈ ഒരു വിഷ്വൽ പ്രസന്റേഷൻ ആണ് ഈ പൈ ചാർട്ടിൽ. ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പൈ ചാർട്ടിൽ നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇതിൽ പറഞ്ഞു പോകുന്നത് 2021 തൊട്ട് 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് നോക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ പറയുന്നത് ഇറ്റ്സ് നിയർലി ഹാഫ് ഓഫ് ഓൾ മേജർ, എല്ലാ ക്വസ്റ്റ്യൻ്റെയും പകുതി മാത്രമായിട്ട് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് ഹൈ പ്രയോറിറ്റി കൊടുത്ത് തന്നെയാണ് പ്രിപ്പയർ ചെയ്തു പോകുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. പിന്നെ സ്ട്രാറ്റജിക്കൽ അഡ്വൈസ്, തന്ത്രപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് നിങ്ങളുടെ ആൻസേഴ്സ് എന്താണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നമുക്ക് ആ വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സ്പാർക്ക് ചെയ്യും. അത് നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റിന്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്, അവിടെ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു 5 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റ് എഴുതേണ്ട കാര്യങ്ങൾ നമ്മൾ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ നിങ്ങളുടെ റെസ്പോൺസ്, വേരി യുവർ റെസ്പോൺസ് ഈച്ച് ടൈം. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്തും ഡയഗ്രാം ഒക്കെ ആഡ് ചെയ്തിട്ടും എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പം ഒരു പ്രത്യേകത തോന്നുകയും നമ്മൾ ഇതുവരെ റിപ്പീറ്റഡ് അല്ല എന്ന് കാണുമ്പോൾ നമുക്ക് മാർക്ക് വീരുന്നതായിരിക്കും. പിന്നെ ഓരോ ഓരോ ക്വസ്റ്റ്യനും 1, 2, 3 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞിരിക്കരുത്, നമുക്കെല്ലാം അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക, വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു നോക്കുക. വായിച്ചിട്ട് മാത്രം മുമ്പോട്ട് പോവുക. പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. അപ്പൊ ടോപ്പിക് പ്രോബിലിറ്റിയിൽ പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, മോഡേൺ ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുന്നത് 90% പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ഇവിടെ പറയുന്നത് എക്സാമിന് വരാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ്. അപ്പോൾ ക്ലാസിക്കലും നിയോ ക്ലാസിക്കലും മോഡേൺ ഓർഗനൈസേഷനിൽ ഒരു 90% പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് എഫക്റ്റീവ് 80% പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 മോട്ടിവേഷൻ തിയറീസ് 80% പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് 2 പെർസെപ്ഷൻ, ഫാക്ടേഴ്സ് ആൻഡ് പ്രോസസ്. പെർസെപ്ഷൻ എന്താണെന്ന് അതിന്റെ ഫാക്ടേഴ്സും പ്രോസസ്സും എന്താണെന്നുള്ളത് നമുക്കൊരു 70% എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു പേപ്പറാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 4 പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 60% വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 സ്ട്രെസ് കോസ് മാനേജ്മെന്റ് 60% വരാൻ സാധ്യതയുള്ള പേപ്പറുകളാണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഓർഗനൈസേഷൻ, മോഡേൺ ഓർഗനൈസേഷൻ ഫീച്ചേഴ്സ്, അതൊരു എത്ര 50 മാർക്ക്, 50% അത് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 5 യൂണിറ്റ് 18 ഓർഗനൈസേഷൻ ചേഞ്ച് ആൻഡ് ലിവിങ്സ് മോഡൽ ഒരു 50% വരാൻ സാധ്യതയുണ്ട്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 16 പവർ സോഴ്സ് ആൻഡ് പ്രോസസ്സും ഈ പറഞ്ഞ പോലെ 40% പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 11 ജോബ് ഡിസൈൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഒരു 30% വരാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് 5 യൂണിറ്റ് 17 ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ക്ലൈമറ്റ് 30%. ബ്ലോക്ക് 4 യൂണിറ്റ് 15 ലീഡർഷിപ്പ് സ്റ്റൈലും എഫക്റ്റീവ്നെസ്സും ഒരു 20% പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ യൂണിറ്റ് 5 ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, അതിന്റെ പ്രോസസ്സും ഇന്റർവെൻഷനും ഒരു 20% വരാൻ ചാൻസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഓർഗനൈസേഷൻ ബിഹേവിയർ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളും 10% പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നതിൽ 70 മുകളിലാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ പഠിക്കണം. മിഡിൽ ലെവലിലുള്ളതാണ് 40 തൊട്ട് 69 വരെ. 40 താഴെ ശതമാനം ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പലപ്പോഴും ഒക്കെ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇവിടെ പറയുന്നത് ഫൗണ്ടേഷൻ തിയറി, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ 10 ഒരു 9 പ്രാവശ്യവും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 2024 വന്ന പരീക്ഷയിൽ വെച്ച് കമ്പയർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു 8 തവണയൊക്കെ ഫുള്ളായിട്ട് വരുന്ന ഒരു പോർഷനാണ് ഈ പറഞ്ഞ ജോബ് ഡിസൈനും കമ്പോണന്റും എന്ന് പറയുന്നത്.
പിന്നെ മോട്ടിവേഷൻ മോഡൽസും ഹേഴ്സ്ബർഗിന്റെയും ഹേഴ്സ്ബർഗിന്റെയും മാസ്ലോയുടെയും വെച്ചിട്ട് നമുക്ക് ചോദിക്കാറുണ്ടായിരുന്നു. അതൊരു 10 പേപ്പർ എടുത്താൽ 8 പരീക്ഷയ്ക്കും അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് 2021 തൊട്ട് കമ്പൽസറി ആയിട്ട് വന്നു പോകുന്നതാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് കൗൺസിൽ, അതും നമുക്ക് ചോദിച്ചു വരുന്നു. ദെൻ സം ടോപ്പിക് ഇൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ, കൾച്ചർ, ലീഡർഷിപ്പ്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ട പോർഷൻസ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ഓരോ യൂണിറ്റ് വൈസും ബ്ലോക്കില് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ യൂണിറ്റിനെയും നമ്മളിവിടെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നും എത്ര തവണ എത്ര ശതമാനം ഉണ്ട്, എത്ര തവണ വരും എന്നുള്ളതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 90, 80, 80, 70, 60 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അടുത്ത അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞത് ലെഫ്റ്റ് ഡാർക്ക് ബ്രാൻഡ് ഷോ ദ മോസ്റ്റ് പ്രോബബിൾ ഹൈ yield ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡാർക്ക് കളറിൽ. ലൈറ്റ് ഗ്രീനിൽ വന്നിരിക്കുന്നത് മിനിമൽ റേറ്റിൽ. ദെൻ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറിൽ വന്നിരിക്കുന്നത് ഒട്ടും വരാൻ സാധ്യതയില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ പ്രയോറിറ്റി സ്റ്റഡി, നമ്മളൊരു പ്രയോറിറ്റി സ്റ്റഡി നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു 70% മുകളിൽ മാർക്ക് നമുക്കിപ്പം കഴിഞ്ഞ ഇതിന്റെ ബേസിസിലുണ്ട്. അപ്പൊ ഇത് അപ്പോൾ 70 മേളിൽ നമുക്ക് അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ അതിന് മേളിൽ വരാൻ സാധ്യതയുള്ള കുറേ ടോപ്പിക്കുകളാണ്. അപ്പം കഴിഞ്ഞ കുറേ തൊട്ട് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളെല്ലാം പലതും എന്താണ് 90%, 80% ഒക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഈ 90, 80 എന്നൊക്കെ പറയുമ്പോൾ 70% മുകളിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ്. ഇനിയും നോക്കാൻ പോകുന്നത് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്കുകളുമാണ്. അപ്പം അതിൽ വരുന്നത് ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, മോഡേൺ തിയറി, അതുപോലെ ഓർഗനൈസേഷൻ, കൾച്ചർ, മോട്ടിവേഷൻ, ഇതൊക്കെയാണ് ഫസ്റ്റ് അവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത് ഡെഫിനിഷൻസ് നോക്കണം, ഡയഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം, റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസും എക്സാമ്പിൾസും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നല്ല രീതിയിൽ ആ ഒരു എസ്സേ ആയിട്ട് തന്നെ ഒന്ന് കൃത്യമായിട്ട് എഴുതി പഠിക്കുക. അതേപോലെ തന്നെ എന്താ 2, 3 പ്രാവശ്യം ഒന്ന് മോക്ക് ആൻസർ ആയിട്ട് തെറ്റിക്കോട്ടെ എന്നാലും വേണ്ടൂല, അതൊന്ന് 2, 3 പ്രാവശ്യം ഒന്ന് എഴുതി പഠിക്കാനിവിടെ ശ്രമിക്കുക. രണ്ടാമത് 40 തൊട്ട് 60-80 വരെ വരാൻ സാധ്യതയുള്ളത് കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾസ്, അതുപോലെ സ്ട്രെസ്, മോഡേൺ ഓർഗനൈസേഷൻ ചേഞ്ച് എന്നാണ്. അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്യുക, എപ്പോഴും ഒരു ലെക്ചർ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് റിവൈസ് ചെയ്യുക. ഫുള്ളായിട്ട് ടെക്സ്റ്റ് നോക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിനി നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ലേണേഴ്സിന്റെ എക്സാം സപ്പോർട്ടൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ 40 താഴെ വരാൻ സാധ്യതയുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഓർഗനൈസേഷൻ, കൾച്ചറൽ, ലീഡർഷിപ്പ് ഒക്കെയാണ്. അത് വളരെ സമ്മറൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പൊ അതും അതേ രീതിയിൽ തന്നെ കവർ ചെയ്തു പോവുക. പിന്നെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയറിൽ. അപ്പൊ അറ്റംപ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഈക്വൽ, ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ മാർക്കാണ്, ഏതെങ്കിലും 5 നമ്മൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അനലൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ ആൻഡ് മോഡേൺ ഓർഗനൈസേഷൻ തിയറി യൂസിംഗ് എ ടേബിൾ, കമ്പയർ ദർ അസംഷൻ, സ്ട്രക്ചർ ആൻഡ് മാനേജറിയൽ ഇംപ്ലിക്കേഷൻ ഇൻ contemporary workplace. Provide at least one practical explanation of each theory. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ കമ്പോണന്റ് ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇമാജിൻ എ ഫാസ്റ്റ് ഗ്രോയിങ് സ്റ്റാർട്ടപ്പ് ഇൻ ദ എഡ്യൂക്കേഷൻ technology sector. Design a suitable organization structure for this company, justifying your choice with relevant to the at least 3 determinant. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലോക്ക് 1 യൂണിറ്റ് 3 ബേസ് ചെയ്തിട്ടുള്ളത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നോർമൽ ക്വസ്റ്റ്യൻ അല്ല, ആപ്ലിക്കേഷൻ കുറച്ച് ഡൗട്ടൊക്കെ തോന്നാൻ സാധ്യതയുള്ളൊരു പോർഷൻ ആണ്. പിന്നെ മൂന്നാമത്തേത് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി, 2 ഫാക്ടർ തിയറിയും ബേസ് ചെയ്തിട്ട് എഴുതാനുള്ളതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അല്ല എന്ന് പറയണം. ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 10 മോട്ടിവേഷൻ തിയറീസിന്റെ അവിടെ ഉണ്ട്. ദെൻ വാട്ട് ഈസ് പെർസെപ്ഷൻ, ഡിസ്ക്രൈബ് ദ പെർസെപ്ഷൻ എന്താണെന്നും അതിന്റെ എന്താണ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്താണെന്നും ഉള്ളൊരു ക്വസ്റ്റ്യനും നമുക്ക് ചോദിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെർസെപ്ഷൻ. ബ്ലോക്ക് 2 യൂണിറ്റ് 6 പെർസെപ്ഷനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അടുത്തത് ഐഡന്റിഫൈ ദ മേജർ കോസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് സ്ട്രെസ് ഇൻ മോഡേൺ ഓർഗനൈസേഷൻ യൂസിംഗ് ദ ഫോളോയിങ് ഡേറ്റ ഫോർ ആൻ IT സർവീസ് ഫെയർ. ഡയഗ്നോസ് ദ stressor part and recommend at least
3 ഇൻഡിവിജ്വൽ ആൻഡ് 3 ഓർഗനൈസേഷൻ സ്ട്രാറ്റജി ഫോർ മാനേജിങ് സ്ട്രെസ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചാൽ ഇതൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കേസ് സ്റ്റഡി മോഡലാണ്. നല്ല വൃത്തിയായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 സ്ട്രെസ് മാനേജ്മെന്റ് എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് ദ കീ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നത് കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ബ്ലോക്കിൽ നിന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. പിന്നെ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് വൺസ് ഇൻ എ വൈൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറയുന്നത്. അത് നമ്മൾ നോക്കുമ്പം ആ ക്വസ്റ്റ്യൻ നമുക്ക് അത്ര കണ്ട് ഇമ്പോർട്ടന്റ് അല്ല ലാസ്റ്റ് ബ്ലോക്കിൽ എന്ന് പറയും. പക്ഷേ ഈ ഓർഗനൈസേഷൻ ചേഞ്ച് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്ന് കാണുന്നുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് പവർ ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനകത്ത് പവർ എന്താണെന്നും അതിനെ എങ്ങനെയാണ് നമ്മൾ ഫോർമൽ ഇൻഫോർമൽ പവർ എന്ന് നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്, ഡിഫറൻസ് കാണുന്നതെന്നും മനസ്സിലാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് പവർ ഇൻ ഓർഗനൈസേഷൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഴ്സ് ഓഫ് പവർ ആൻഡ് ഇല്ലുസ്ട്രേറ്റ് യൂസിങ് എ വർക്ക് പ്ലേസ് എക്സാമ്പിൾ ഹൗ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പവർ ക്യാൻ ബി ഇൻഫ്ലുവൻസ് ടീം പെർഫോമൻസ്. അപ്പോൾ ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോരുത്തുള്ള എല്ലാ എന്താണ് ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്നോ അതേപോലെ തന്നെ ഒരു ടീമായിട്ട് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോവുക, അതിൽ ഒരു ടീം ബിൽഡിങ്ങും കാര്യങ്ങളും അതേപോലെ തന്നെ എന്താണ് പവർ എന്നും ഓർഗനൈസേഷൻ പവർ എന്താണെന്നും ഈ ഓർഗനൈസേഷൻ പവറിനെ നമ്മുടെ മറ്റു കാര്യങ്ങളുമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പവറിനെ ബേസ് ചെയ്തിട്ട് തൊട്ട് മുമ്പുള്ളത് ചേഞ്ചും ഇത് പവറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രിഡിക്റ്റീവ് അനാലിസിസിൽ വരുന്നത്. ഇതിന്റെ ഓരോ പോർഷൻസും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ എക്സാം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.